ഒറ്റക്കെട്ടായി നിന്ന് ഒന്നിനും വഴങ്ങാതെ ഒരുപാട് സഹിച്ച് നേടിയെടുത്ത സമ്മാനം. നമുക്ക് മുമ്പിൽ മാറുന്ന ഈ ത്രിവർണ്ണ പതാക 1947 ഓഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി മണി 12 അടിച്ചപ്പോൾ ബ്രിട്ടീഷ് പതാക താഴ്ന്നു. പകരം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നു. ഇന്ത്യക്കാർ മുഴുവൻ ആ നിമിഷത്തിനായി ആവേശത്തോടെ കാത്തിരുന്നു. ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ജനങ്ങളോട് ആദ്യമായി പ്രസംഗിച്ചു. ചരിത്രത്തിലെ അപൂർവമായ ആ നിമിഷം ഇന്ത്യക്കാരെല്ലാം അഭിമാനത്തോടെ ഏറ്റുവാങ്ങി. നമ്മുടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിൽ എത്തിച്ചത് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാലാ ലജ്പത് റോയ്, ബാലഗംഗാധര തിലക് തുടങ്ങിയ ഒരു കൂട്ടം ധീരമനുഷ്യരാണ്. ഒരു പക്ഷേ അവരില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ബ്രിട്ടീഷുകാരുടെ തളവയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെടുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും സ്വാതന്ത്ര്യം എന്ന പദം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ലഭ്യമാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജാതി, മത, വർഗ, വർണ്ണ വിവേചനങ്ങൾ സ്വതന്ത്ര ഇന്ത്യയെ നാണക്കേടിലാഴ്ത്തുന്നു. ഇന്ത്യയെ മുഴുവൻ ഒരു കുടുംബമായി കാണാൻ നമുക്ക് ശ്രമിക്കാം. നാനാത്വത്തിൽ ഏകത്വം പുലരാം. അക്രമങ്ങളിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിതരാക്കാം. നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അഴിമതിയും അക്രമവും വിവേചനവും ഇല്ലാത്ത ഒരു നല്ല ഇന്ത്യയെ നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.